എൻ്റെ പേര് മുഫീദ്. ഞാനിപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദു കോളേജിൽ ഫിലോസഫി സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ഇംപ്ലിമെൻ്റ് ചെയ്ത CUT ക്രാക്ക് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ +2 ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു കോളേജിൽ പഠിക്കണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണ് CUT ആദ്യമേ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആ ഒരു വർഷമായതുകൊണ്ട് തന്നെ അത് മുൻപരിചയമില്ലാത്തത് കൊണ്ട് ആരോടും ചോദിക്കാൻ മുമ്പ് ഇത് എഴുതിയ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നതിനെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എസ്പെഷ്യലി മലയാളി വിദ്യാർത്ഥികൾ ഇപ്രാവശ്യം ഒരുപാട് കുറഞ്ഞു. അതും നല്ല മികച്ച കോളേജുകളിൽ തീരെ മലയാളികൾ ഇല്ലാത്തൊരവസ്ഥയാണ്. ഞാനിപ്പോൾ പഠിക്കുന്ന ഹിന്ദു കോളേജിൽ കഴിഞ്ഞ വർഷം പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ 100-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ വർഷം പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഒറ്റ മലയാളി ഇല്ലാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ വിരലിൽ എണ്ണാവുന്ന മലയാളികളെ ഫ്രഷേഴ്സ് ആയിട്ട് ഈ ഒരു വർഷം ജോയിൻ ചെയ്തവരുള്ളൂ. അപ്പോൾ CUT എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി റിക്വയർ ചെയ്യുന്നത് നമ്മുടെ 3 സബ്ജക്റ്റിലെ ഏതെങ്കിലും ഒരു 3 സബ്ജക്റ്റിലെ മാർക്കും അതുപോലെ ഇംഗ്ലീഷിലെ മാർക്കുമാണ്. അപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഞാൻ 100% സ്കോർ ചെയ്ത ആളാണ്. അധികമൊന്നും അതിനുവേണ്ടി എഫേർട്ട് എടുത്തിട്ടൊന്നുമില്ല. വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അതേപോലെ നമ്മുടെ 3 സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിലും ഒരു 50 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിൽ 40 മാക്സിമം അറ്റൻഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും അത്ര വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. വളരെ ബേസിക് ആയ എന്നാൽ അല്പം ഒരു മിഡിൽ നിൽക്കുന്ന ഒരു മീഡിയം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്താൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ സ്റ്റേറ്റ് സിലബസ് എന്ന് പറയുന്നത് NCERT-യിൽ നിന്നും എടുത്ത സിലബസ് തന്നെയാണ്. സോ ഇതിന്റെ ക്വസ്റ്റ്യൻസിന്റെ സിലബസ് എന്ന് പറയുന്നത് NCERT ആണ്. സോ നമ്മുടെ പുസ്തകവും അതുപോലെ തന്നെ ഇതിന്റെ ചില പ്രത്യേക മെറ്റീരിയൽ ഉണ്ടാകും പുസ്തകങ്ങൾ. അപ്പൊ അതൊക്കെ വായിച്ചാൽ അതിൽ 1 വേർഡ് ആൻസേഴ്സ് ആണ്. സോ ആഫ്റ്റർ ദ എക്സാമിനേഷൻ ഈ വർഷം വളരെ വലിയൊരു പ്രോസസ് തന്നെയായിരുന്നു. നമ്മൾ ഈ വർഷത്തെ എക്സാമിനെ പറ്റി എല്ലാവരും പറഞ്ഞിരുന്നത് നമുക്ക് വെറും 2 സ്ലോട്ടുകളുണ്ട്. 600 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ലോട്ട് എഴുതാം. രണ്ടാമതൊരു സ്ലോട്ടിന് 600. ടോട്ടൽ 1200 രൂപയിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി അപേക്ഷിക്കാവുന്ന പേരിലാണ് തുടങ്ങിയതെങ്കിലും എക്സാം കഴിഞ്ഞ ഉടനെ എല്ലാ യൂണിവേഴ്സിറ്റിയും അവരുടേതായ പ്രത്യേക ആപ്ലിക്കേഷൻ വാങ്ങാൻ തുടങ്ങി. ഓരോ യൂണിവേഴ്സിറ്റി 200-250 രൂപ വാങ്ങി. സോ നമുക്ക് എവിടെയാണ് കിട്ടുകയെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അലിഗഡ്, ജാമ്യ അങ്ങനെ എല്ലായിടത്തും കൊടുത്ത് ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. സോ ആഫ്റ്റർ ഡൽഹി യൂണിവേഴ്സിറ്റി ആയിരുന്നു വളരെയധികം ടൈറ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രൊസീജിയർ വെച്ചത്. അവരുടെ സൈറ്റിൽ വീണ്ടും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, നമ്മുടെ മാർക്ക് അപ്ലോഡ് ചെയ്യുന്നു, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നു, നമ്മുടെ പ്രിഫറൻസസ് കൊടുക്കുന്നു. അങ്ങനെ വളരെ നീണ്ടൊരു പ്രോസസ്സാണത്. അപ്പോൾ മുഫീദ് പറഞ്ഞതുപോലെ എൻട്രൻസ് എക്സാമിനേഷൻ ശേഷവും കുറേ കടമ്പകളുണ്ട്. ഇതിനൊക്കെ നല്ല സപ്പോർട്ടിങ് ആവശ്യമാണ്. ഇത് ഗവൺമെൻറ്റും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ നന്നായി നൽകുന്നുമുണ്ട്. അങ്ങനെ തന്നെയാണ് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡൽഹിയിലൊക്കെ എത്താൻ വേണ്ടി പറ്റുക. സ്വാഭാവികമായിട്ട് നീറ്റ് JEE-നൊക്കെ ഇത്തരം പ്രോസസ്സുകൾ നേരത്തെ ഉള്ളതുകൊണ്ട് അതിനുള്ളൊരു നോഹൗ പാരൻസിനുണ്ട്. എന്നാൽ ഇപ്പോൾ പുതുതായിട്ട് വന്നുള്ള CUT-ക്ക് വേണ്ടിയിട്ട് ഇത്തരം മെൻറ്ററിങ് നമ്മൾ CGAC ഒക്കെ നൽകുന്നുണ്ട്. താങ്ക് യു മുഫീദ്.